ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു ടീസർ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കുറേ മുന്നേ വീഡിയോസിലായിട്ട് പറയുണ്ടായി ഓണത്തിന് നമുക്ക് കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൽ ഒരു വീഡിയോ ആണ് കേട്ടോ, അത് ഫസ്റ്റത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഡിയ മാത്രം മതി എന്നുള്ളവർ മറ്റേ എന്താണ് ആ ഷോർട്ട് വീഡിയോ ടീസർ വീഡിയോ തന്നെ കണ്ടാൽ തന്നെ ഒരു ഐഡിയ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ ഒരു ടോപ്പ് അല്ലെങ്കിൽ ഒരു കുർത്തി എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ളത് സെറ്റ് മുണ്ടില്ലേ, സെറ്റ് മുണ്ട്, നമ്മളുടെ ഒരു സെറ്റ് മുണ്ടിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്ര സൈസുള്ള ഒരാളല്ലാത്തത് കൊണ്ട് എനിക്കതൊന്ന് കിട്ടും. എല്ലാവർക്കും സെറ്റ് മുണ്ടെന്ന് കിട്ടുന്നുണ്ടാവുമോ എന്ന് എനിക്ക് അറിയില്ല. ഞാനൊരു അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ള ഒരു ടിഷ്യൂൻ്റെ സെറ്റ് മുണ്ടാണ്. അപ്പോൾ പിന്നെ അതെടുത്തിട്ട് ഒരു ഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അതെങ്ങനെ നമ്മൾ പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്, ടക്ക് കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് ലൈൻ അല്ല, ടക്കാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് ലൈൻ പോലെയാണ് കേട്ടോ. അപ്പോൾ ടക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, ബാക്കിൽ സിബ്ബ് കൊടുത്തിട്ടുണ്ട്. സിബ്ബ് അറ്റാച്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇനി ഇതിൽ ഫാബ്രിക് പെയിൻറ്റിങ് ആണ് കേട്ടോ ചെയ്യുന്നത്. മ്യൂറൽ പെയിൻറ്റിങ്ങിന് അവകാശപ്പെടാനില്ല, ഫാബ്രിക് പെയിൻറ്റിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ലോട്ടസ് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു പാറ്റേൺ ഏതെങ്കിലും നോക്കിയിട്ട് അങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഈ പ്രിൻസസ് ലൈൻ വരച്ചിട്ട് നമ്മൾ തുന്നിയിട്ടില്ലെങ്കിലും ടക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കും. അപ്പോൾ പ്രിൻസസ് ലൈൻ ജസ്റ്റ് ആ ലൈൻ വരച്ചിട്ട് അതിനകത്താണ് കേട്ടോ ഈ ലോട്ടസ് വരച്ച് കൊടുക്കുന്നത്. ഈ ചോക്ക് വെച്ചിട്ട് വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ കുറച്ചുകൂടെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് വേറൊരു കളർ കൂടെ ചോക്ക് വെച്ചും വരച്ചിട്ടുണ്ട്. അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് വരച്ച് പോവുക. കുറച്ച് ലോട്ടസ് ആ ഒരു ഷേപ്പിലേക്ക് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാ വരുന്ന 2-3 പെറ്റൽസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് വരയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ അത് ആദ്യം ഒരു പേപ്പറിൽ വരച്ചിട്ട് പിന്നെ കാർബൺ പേപ്പർ വെച്ചിട്ട് ഇതിലേക്ക് കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ടൈലർ സ്റ്റോക്ക് വെച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ കളർ പിടിക്കുകയൊന്നുമില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് മായ്ക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒരു തുണി നനച്ചിട്ട് തുടച്ചാൽ തന്നെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഇങ്ങനെ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നോക്കാം നമുക്ക്. ഞാനത് വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ക്യാമറയിൽ എത്ര കണ്ടും കാണുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. ഞാൻ വേറൊരു കളറ് ചോക്ക് വെച്ചിട്ട് ഒന്നുകൂടി തെളിച്ച് വരച്ചിരുന്നു. അതൊന്ന് നോക്കി നോക്കാം കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. നോക്കി, ഇതിപ്പോൾ കാണുന്നുണ്ടോ? ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടാവില്ലേ, പക്ഷേ സാരമില്ല. ഞാനിത് എന്തായാലും ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് നമുക്കിത് ഔട്ട്ലൈൻ ഇടണം. അപ്പോൾ ഔട്ട്ലൈൻ ഇടുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഷോളിൽ ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉള്ളിൽ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആവണമെന്നില്ല, ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ വെച്ച് കൊടുക്കണമെന്ന്. അതായത് നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ താഴത്തേക്ക് പിടിക്കും. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഫ്രെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ താഴെ പ്ലാസ്റ്റിക് ഷീറ്റ് വെക്കുക. ന്യൂസ് പേപ്പർ വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ ന്യൂസ് പേപ്പർ ആ പെയിൻറ്റിൻ്റെ കൂടെ അങ്ങനെ ഒട്ടും. പിന്നെ ഫസ്റ്റത്തെ ഒരു വാഷ് കഴിയുമ്പോഴൊക്കെയാണ് ആ ന്യൂസ് പേപ്പർ മൊത്തമായിട്ട് തുണിയിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പെയിൻറ്റും ചെയ്യാൻ പറ്റും. ആ പ്ലാസ്റ്റിക് ഷീറ്റ് തുണിയിലേക്ക് ഒട്ടില്ലല്ലോ, അങ്ങനെയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് സൈസ് 6 ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ, 0 സൈസ് അല്ല. ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്, അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യൂ കേട്ടോ. നമുക്കിത് ജസ്റ്റ് ഈ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. ഈ ഔട്ട്ലൈൻ ഇട്ടത് നമ്മൾ ബാക്കിയുള്ള പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഔട്ട്ലൈനൊക്കെ ഏറെക്കുറെ പോകും. പക്ഷേ സാരമില്ല, നമുക്കത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ആ ഒരു റെഫറൻസ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് കുറച്ച് ലോട്ടസും വന്നിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ബഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡും വൈറ്റ് അക്രിലിക് കളറും മിക്സ് ചെയ്തിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് കളറാണ് കേട്ടോ. ഞാൻ കളറ് ബോക്സ് ഇതിൽ കാണിച്ചിട്ടില്ല, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച അതേ സെയിം സംഗതി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബോട്ടിലിന് 20 റുപ്പീസ് എന്നുള്ള റേറ്റിൽ വരുന്ന കളറാണിത്. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 2 ഷെയ്ഡ് വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതിങ്ങനെ ക്ലീനായിട്ട് ബ്രഷ് ചെയ്ത് പോവുക.
ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് സൈസ് നമ്പർ 6 ആണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സൈസ് ഏതാണോ ആ സൈസ് എടുക്കുക. ഒരുപാടൊന്നും പുറത്തേക്ക് സ്പ്രെഡായി പോവാതെ ശ്രദ്ധിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക കേട്ടോ. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു സൈഡിൽ നിന്ന് ഫിനിഷ് ചെയ്ത് വരിക. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യാതെ അങ്ങനെയാകുമ്പോൾ എന്താണ് നമ്മളുടെ കയ്യോ എന്തെങ്കിലുമൊക്കെ തട്ടിയിട്ട് മൊത്തത്തിൽ ഡ്രസ്സിലാകെ പെയിൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ വരാം കേട്ടോ. പിന്നെ ഈ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് ഇപ്പോൾ നെക്സ്റ്റ് കളർ നമുക്ക് അതിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതപ്പോൾ ഞാൻ പിങ്ക് കളർ ഓൾറെഡി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതിൽ ഷെയ്ഡിങ് കൊടുക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള കാര്യമൊന്നുമല്ല. സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഷെയ്ഡ് ചെയ്ത് പോകാം. ആ ഒരു ടിപ്പിലും ബഡിൻ്റെ താഴെ നിന്നും ഫ്ലവറിൻ്റെ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ആ ഒരു ശരിക്കും താമരപ്പൂവിൻ്റെ ഒരു വൈറ്റ് ഷെയ്ഡും ഒരു പിങ്ക് ഷെയ്ഡും കൂടിയിട്ടുള്ള ഒരു കളറല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടും കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് മൊത്തത്തിലൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. നമ്മൾ വൈറ്റ് ഷെയ്ഡ് ഏകദേശം അല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സിയാൻ ഷെയ്ഡ്, അതായത് പീകോക്ക് ഗ്രീൻ ഷെയ്ഡില്ലേ, ഈ ഗ്രീൻ ഷെയ്ഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ലൈറ്റ് ഗ്രീൻ കളറും ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. മിക്സ് ചെയ്യുന്നത് എടുക്കുന്ന സമയത്ത് ക്യാമറ ഓഫായിരുന്നു, അതായത് ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ആ ഗ്രീൻ ഷെയ്ഡ് മിക്സ് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഈ പീകോക്ക് ഗ്രീൻ ഷെയ്ഡ് ഈ ഒരു രീതിയിലാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഓൾറെഡി പ്രിൻസസ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലൈനിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഗ്രീൻ ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ലൈനിൽ ഫുള്ള് ഈ ഒരു പീകോക്ക് ഗ്രീൻ ഷെയ്ഡ് വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ലോട്ടസ് വരയ്ക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആദ്യം ഒരു വൈറ്റ് ബേസ് കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ ഒരു വയലറ്റ് ഷോള് നമ്മൾ മേക്ക് ഓവർ, അതായത് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്ത് കാണിച്ചപ്പോൾ ഞാൻ ആദ്യം തന്നെ വൈറ്റ് കളർ വെച്ചിട്ട് ഒരു ബേസ് ഡിസൈൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെയാണ് ബാക്കി കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു ഡൾ ഗോൾഡ് കളർ ആയതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ കളർ ചെറിയൊരു ആ കറക്റ്റ് പിഗ്മെൻറ്റേഷൻ നമുക്ക് കിട്ടില്ല, വേറെ ഭയങ്കര ഡാർക്ക് കളേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഒരുപാട് പെയിൻറ്റും വേസ്റ്റ് ആവില്ല. കാരണം ഈ ലോട്ടസ് വരുന്ന ഭാഗത്തൊന്നും ഈ ഒരു സിയാൻ കളർ താഴെ വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക തന്നെയാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നീക്കി കൊടുത്ത് പതുക്കെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതായത് ആ കോർണേഴ്സിലും ഈ ഫ്ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ബ്രഷ് വെച്ച് ചെയ്യാം, പരക്കാതിരിക്കാൻ. പിന്നെ കുറച്ചും കൂടെ ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ 6ഓ അതിന് മീതേക്കുള്ള ഏതെങ്കിലും നമ്പർ ബ്രഷ് എടുത്തിട്ട് ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു 6 സൈസ് ബ്രഷ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു എൻ്റയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ബ്രഷ് എടുത്തിട്ടില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യൂ കേട്ടോ. നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ എൻ്റയർ പെയിൻറ്റിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഔട്ട്ലൈൻസ് ഒന്നും കൂടി ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് ഔട്ട്ലൈൻ ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു സരി ത്രെഡ്, ഇത് സരി ത്രെഡ് എന്നാണ് ഈ ത്രെഡിനെ പറയുക. ആരി വർക്ക് ചെയ്യുന്ന ത്രെഡാണ്. നമ്മൾ പട്ടുസാരിയിലൊക്കെ ഇങ്ങനെ വരുന്ന ത്രെഡില്ലേ, ആ ത്രെഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കും, എന്നാലും ഞാൻ കാണിക്കാം. ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് സൂചി പുറത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞ് ചെറിയൊരു ഡിസ്റ്റൻസിലെടുത്തിട്ട് നീഡിലിൽ മീതെ കൂടെ ത്രെഡ് പാസ് ചെയ്യുക കേട്ടോ. ഇതപ്പോൾ ഒരു ചെയിനായി കണ്ടോ, ഒരു ചെയിനായി. ഇനി നെക്സ്റ്റ് വീണ്ടും അതിനുള്ളിലൂടെ സൂചി പുറത്തേക്ക് എടുക്കുക, നീഡിലിന് മീതെ കൂടെ ത്രെഡ് പാസ് ചെയ്യുക കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവർ, അറിയാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഈ പ്രിൻസസ് ലൈൻ്റെ ഔട്ട്ലൈനായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ട് എടുത്ത് കാണാൻ പറ്റും. ക്യാമറയിൽ ഇപ്പോൾ എത്ര കണ്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് വിസിബിൾ അല്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളൊരു 2 ലൈനായിട്ട് എടുത്തിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ സരി ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഷോർട്ട് ലെങ്ത് ആയിട്ട് എടുക്കുക. കാരണം ഇത് നോർമൽ ത്രെഡ്, മെഷീൻ ത്രെഡ് അല്ലല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് വലിഞ്ഞ് നാശമാവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഷോർട്ട് ലെങ്ത് ആയിട്ട് എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഈ ലക്ഷ്മി കോയിൻസ് ഉണ്ടല്ലോ, ഈ ലക്ഷ്മി കോയിൻസ് ഇവിടെ ഇതിൻ്റെ താഴെ ഇത് നമ്മുടെ ഒരു നേവൽ സൈഡാണ് കേട്ടോ. ബെല്ലി ബട്ടൺ വരുന്ന ഒരു ഏരിയയാണ്.
ആ ഡിസൈൻ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് താഴെ ഈ ലക്ഷ്മി കോയിൻസ് നമുക്ക് ആദ്യം ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം അതൊന്ന് അതിന് മീതെ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് തുന്നി പിടിപ്പിച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് എങ്ങനെ വന്നാലും പോവില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലൂ B7000 എന്നുള്ള ഗ്ലൂ ആണ്, ഫാബ്രിക് ഗ്ലൂ അല്ല. കാരണം ഈ മെറ്റൽ ടൈപ്പ് സംഗതികളൊക്കെ ഒട്ടിക്കാനായിട്ട് കുറച്ചും കൂടി നല്ലത്, ഫാബ്രിക് ഗ്ലൂവിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഈ B7000 എന്നുള്ള ഗ്ലൂ ആണ് കേട്ടോ. നമ്മളിത് തുന്നി പിടിപ്പിക്കും എന്തായാലും, അതുകൊണ്ട് ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂ വെച്ചാലും മതി. പക്ഷേ ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ ഒട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഇത് ഈ ഒരു ഗ്ലൂ ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്കത് ഒട്ടിക്കിട്ടും, പിന്നെ കുറച്ചും കൂടി ഒരു ബലം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളത് മൊത്തത്തിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഗോൾഡൻ ബീഡ് ഇതിന് നേരെ തുന്നി പോകാനുള്ളതാണ് കേട്ടോ. ഞാൻ 3 ബീഡ് ഓൾറെഡി തുന്നി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ ഗ്യാപ്പ് കണ്ടോ, ആ ഗ്യാപ്പിലൂടെ സൂചി പുറത്തെടുത്തിട്ട് ഓരോ ബീഡ് വെച്ച് ഈ ഓരോരോ ഗ്യാപ്പിലും തുന്നി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ സാരി ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് തുന്നുന്നത്, കാരണം ഗോൾഡൻ കളർ ബീഡ്സ് അല്ലേ തുന്നുന്നത്. അപ്പോൾ ആ ഷെയ്ഡ് നൂല് തന്നെയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതുകൊണ്ട് ഗോൾഡൻ കളർ സാരി ത്രെഡ് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് തുന്നി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു പിങ്ക് കളർ 2 ബീഡും കൂടെ ഇതിൽ തുന്നി കൊടുക്കാം കേട്ടോ. ആ ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക് കളറല്ലേ ലോട്ടസ് പെയിൻറ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു പിങ്ക് 2 ബീഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ. ഇത് കമ്പൽസറി അല്ല, ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ലക്ഷ്മി കോയിനൊക്കെ ഞാനൊരു 2 ഇയേഴ്സ് ബാക്ക് വാങ്ങി വെച്ചിരുന്നതാണ്. പിന്നീട് ഇത് 1-2 ഡ്രസ്സിൽ എന്തോ കുറച്ച് യൂസ് ചെയ്തിരുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ ബീഡ് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ട്യൂബ് ബീഡ്, ഈ പിങ്ക് കളറിലുള്ള ട്യൂബ് ബീഡ് തുന്നി കൊടുക്കാം. ഞാൻ ഇതപ്പോൾ പൊസിഷൻ കാണിച്ചു തരാം കേട്ടോ, എവിടെയാണ് നമ്മൾ തുന്നാൻ പോകുന്നത്. ആ 2 ബീഡിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് കേട്ടോ തുന്നുന്നത്. അപ്പോൾ എളുപ്പമാണ് തുന്നാൻ വേണ്ടിയിട്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഏകദേശം ആ ഒരു പിങ്ക് കളർ മെഷീൻ ത്രെഡ് എടുത്തിട്ടുള്ളത് കേട്ടോ, തുന്നി പിടിപ്പിക്കാനായിട്ട്. ആ 2 ടിപ്പ് വരുന്നില്ലേ, ആ ടിപ്പ് വരുന്നതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആ സൂചി കുത്തി പുറത്തേക്ക് എടുക്കുന്നു. കാണുന്നുണ്ടല്ലോ അല്ലേ, പുറത്തേക്ക് എടുക്കുന്നു. എന്നിട്ട് ഒരു ട്യൂബ് ബീഡ്, പിങ്ക് കളർ ട്യൂബ് ബീഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ പിങ്ക് കളർ ട്യൂബ് ബീഡ് ഇൻസേർട്ട് ചെയ്തിട്ട് തുന്നി പിടിപ്പിക്കുകയാണ് എന്നിട്ട് ചെയ്യുന്നത്. ഒറ്റൊരു തുന്നലേ തുന്നുന്നുള്ളൂ. പിന്നെ ആ ലൈൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ 2 ഗോൾഡൻ ബീഡ് വരുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് മീതെയായിട്ടാണ് കേട്ടോ തുന്നി കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്, അതായത് ആ ലക്ഷ്മി കോയിൻസ് തുന്നിയിട്ടുള്ളത് ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പിങ്ക് കളറിലുള്ള ബീഡ് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണാനായിട്ട് ഹെൽപ്പാവും കേട്ടോ. പിന്നെ ഇത് അത്രയ്ക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണുന്ന ഒരു ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ല. നമ്മൾ ചെയ്തിട്ടുള്ള ഫാബ്രിക് പെയിൻറ്റിങ്ങിനോട് വളരെ യോജിച്ച് പോകുന്നൊരു ഡിസൈൻ തന്നെയാണ്. വിയറബിൾ ആയിട്ടുള്ളതാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു വർക്കല്ല കേട്ടോ. കാഷ്വൽ വെയർ ആയിട്ട് നമുക്ക്, കാഷ്വൽ വെയർ പറഞ്ഞാൽ നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുന്നത് അങ്ങനെ എന്തെങ്കിലും ഒക്കേഷണലി ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ഒക്കേഷണലി ഇടാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴും നമുക്ക് ഇങ്ങനൊരു ചുരിദാറോ അല്ലെങ്കിൽ ഒരു കുർത്തയോ ഒരു ട്രഡീഷണലായിട്ട് ഉള്ളത് നല്ലതാണ് കേട്ടോ. കാരണം എപ്പോഴും ഈ സാരി സെറ്റ് മുണ്ടൊക്കെ ചുറ്റി പോകാനായിട്ട് പറ്റണമെന്നില്ല, കംഫർട്ടബിൾ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനൊരു ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഫാബ്രിക് എടുക്കണമെന്നില്ല. ഇതുപോലെ ടിഷ്യൂൻ്റെ സെറ്റ് മുണ്ടൊക്കെ കയ്യിൽ 1-2 എണ്ണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് യൂസ് ചെയ്ത് ഏകദേശം മതി എന്നുള്ള അവസ്ഥയിലുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഈ കളേഴ്സൊക്കെ ലെസ് എക്സ്പെൻസീവ് ആണ്, 20 റുപ്പീസ് ഒരു ബോട്ടിലിന് വരണുള്ളൂ. അപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ചെയ്യാൻ ഇഷ്ടമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു ഓണം വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. ഓണം സ്പെഷ്യൽ ഔട്ട്ഫിറ്റ്സ് 2-3 കൂടെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പറ്റുന്ന മുറയ്ക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ലാതെ എന്തെങ്കിലും വേറെ വീഡിയോസ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇങ്ങനെ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ നിങ്ങൾ? വാക്സിനൊക്കെ എല്ലാവരും എടുത്തിരിക്കണോ? ഇതൊക്കെ തുടക്കത്തിൽ ചോദിക്കേണ്ട കാര്യമായിരുന്നു, പക്ഷേ തുടക്കത്തിൽ വീഡിയോ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ അത് ചോദിച്ചില്ല കേട്ടോ, സോറി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ഫ്രം നമസ്പി കൃഷ്ണ ആൻഡ് വിപിൻ കുമാർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.